കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് നടന്ന യൂത്ത് കോൺഗ്രസ് കൺവെൻഷനിൽ വെച്ചാണ് മുസ്ലിം ലീഗിൽ നിന്ന് കോങ്ങാട് മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കുന്നതുമായുള്ള വ്യക്തമായ സൂചന നൽകിക്കൊണ്ട് മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആസീസ് ഭീമനാട് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രസംഗം നടന്നത്. വളരെ ശക്തമായ പോരാട്ടത്തിലൂടെ ഇടതുപക്ഷ ഭരണത്തെ താഴെ ഇറക്കിക്കൊണ്ട് നമുക്കൊരു പുതിയ ഭരണം UDFന്റെ നേതൃത്വത്തിൽ വരാൻ അതിന് ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിക്കാൻ ബാധ്യസ്ഥരാണ് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ. അപ്പം അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെല്ലാവരും ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കണമെന്നാണ് ആദ്യമായി എനിക്ക് അഭ്യർത്ഥിക്കുന്നതും. തുളസി ടീച്ചറെ KPCC ജനറൽ സെക്രട്ടറി എന്നുള്ളതിന് പകരം ഞങ്ങളുടെയൊക്കെ മനസ്സിൽ കോങ്ങാട് MLA എന്ന് പറയാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. KPCC ജനറൽ സെക്രട്ടറിയും പാലക്കാട് MP VK ശ്രീകണ്ഠന്റെ പത്നിയുമായ KA തുളസിയെ കോങ്ങാട് സീറ്റിലേക്ക് പരിഗണിക്കാനാണ് നീക്കം. എന്നാൽ കോങ്ങാട് കോൺഗ്രസിന് നൽകുമ്പോൾ വീണ്ടും ചർച്ചയിൽ ഇടം പിടിക്കുന്നത് പട്ടാമ്പി സീറ്റാണ്. നേരത്തെ തന്നെ ലീഗ് നേതാക്കളിൽ നിന്ന് പട്ടാമ്പി സീറ്റിനായി ആവശ്യമുയർന്നിരുന്നു. ഔദ്യോഗികമായ തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം പട്ടാമ്പി മണ്ഡലത്തിൽ മികച്ച മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചത് ലീഗിന്റെ അവകാശവാദത്തിന് ശക്തി പകരുന്ന ഘടകമാണ്. നിലവിൽ പട്ടാമ്പി സീറ്റ് ലീഗിന് ലഭിച്ചാൽ ആരാകണം സ്ഥാനാർത്ഥി എന്നതിനെക്കുറിച്ചും ലീഗിൽ ധാരണയായതായാണ് ലഭിക്കുന്ന വിവരം. നേതൃപാടവം കൊണ്ട് സംസ്ഥാന ജില്ലാ തലങ്ങളിൽ ശ്രദ്ധേയനായ മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലത്തിൻ്റെതാണ് ഉയർന്നു കേൾക്കുന്ന ഒരു പേര്. പട്ടാമ്പി സീറ്റ് ലീഗിന് എന്ന ആവശ്യം ആദ്യം ഉയർത്തിയതും മരക്കാർ മാരായമംഗലം തന്നെയായിരുന്നു. MSFലൂടെ നേതൃനിരയിലേക്ക് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ട്രഷറർ, തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്നീ നിലകളിൽ ശ്രദ്ധേയനായ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MA സമദാണ് പട്ടാമ്പിയിൽ ലീഗിനായി മത്സരിക്കാൻ സാധ്യതയുള്ള മറ്റൊരു സ്ഥാനാർത്ഥി. യുവാക്കൾക്കിടയിലുള്ള സ്വീകാര്യതയും സമര പോരാട്ടങ്ങളിലെ സജീവ സാന്നിധ്യവും MA സമദിന് മുൻതൂക്കം നൽകുന്ന ഘടകമാണ്. നിലവിൽ പട്ടാമ്പിയിൽ സീറ്റ് വെച്ചുമാറുന്നതിൽ കടുത്ത എതിർപ്പുമായി കോൺഗ്രസ് രംഗത്തുണ്ട്. എന്നാൽ LDFനെതിരെ ഇത്തവണ ലീഗ് തന്നെ മത്സരിക്കുമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ലീഗ് നേതൃത്വം. ഒന്നും അകലെയല്ല. ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം, പക്ഷേ അസാധ്യമല്ല. പുതിയൊരു തുടക്കം കരുതലോടെ. അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും. ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി.